ഹരിയേട്ടൻ എന്തൊക്കെയോ കണക്കൂട്ടിയാൽ മുന്നോട്ട് പോകുന്നു. ഇന്ന് അരുന്ധതിയുടെ വീട്ടിൽ പോയി അവരെ കാണുമെന്നാ പറഞ്ഞത്. അയ്യോ, അത് അബദ്ധമില്ലേ? ഈ ഒരു അവസ്ഥയിൽ ഇവിടുന്ന് ഒരാൾ അങ്ങോട്ട് പോവാന്ന് വെച്ചാ അത് വേണോ സർ? അതാ ഞാനും പറയുന്നേ. കേസിന്ന് നന്ദനെ എങ്ങനെയെങ്കിലും രക്ഷിക്കാൻ പറ്റുമെന്ന് നോക്കാനാ ഹരിയേട്ടനെ വരുത്തിയത്. ഹരിയേട്ടൻ എന്നിട്ടിപ്പോ കേസ് കൂടുതൽ കുരുക്കുന്ന ലക്ഷണോ? ഹരിയേട്ടന്റെ നീക്കങ്ങൾ എന്താണെന്ന് മനസ്സിലാവുന്നില്ല. നന്ദനെ കോടതിയിൽ ചോദ്യം ചെയ്യുമ്പോലാ ചോദ്യം ചെയ്തത്. എന്തൊക്കെയാണെങ്കിലും അരുന്ധതിയുടെ വീട്ടിൽ ഹരിയേട്ടൻ പോകുന്നത് വലിയ കുഴപ്പങ്ങൾ ഉണ്ടാക്കുമെന്ന് തന്നെ എന്റെ മനസ്സ് പറയുന്നത്. അമ്മേ, എന്താ പറഞ്ഞേ? ഹരിയങ്കള് അരുന്ധതി മേഡത്തിന്റെ വീട്ടിൽ പോകുന്നോ? എന്തിനാ അത്? വേണ്ട, ഞാൻ സമ്മതിക്കില്ല. എന്നെ രക്ഷിക്കാൻ വേണ്ടിയാണെങ്കിലും ശിക്ഷിക്കാൻ വേണ്ടിയാണെങ്കിലും അങ്ങോട്ട് ഇനി ആരും പോകണ്ട. അവരുടെ മോനെ ഞാൻ കൊന്നു, ഞാനത് സമ്മതിക്കുകയും ചെയ്തു. ഇനി അവരെ ബുദ്ധിമുട്ടിക്കാനാണോ ഹരിയങ്കളുടെ ഉദ്ദേശം? അച്ഛനാ ഫോണിൽ തന്നെ, ഞാൻ ഹരിയങ്കളിനെ വിളിച്ച് പറയാം. ഫോൺ ഇതാ. എന്താ? വേണ്ട വേണ്ട ഗിരിഷേട്ടാ വിട്ടെ. ഇന്നലെ വലിയ ജഡ്ജിയായിരുന്നു, എന്നെ കുത്തുവാക്കൾ പറഞ്ഞും കുറ്റപ്പെടുത്തി സന്തോഷിച്ചു. ഇനി ആ വീട്ടിൽ ചെന്ന് ഇതുപോലൊക്കെ പെരുമാറിയാൽ ശരിയാവില്ല. ഞാൻ വിളിച്ചു പറയാം അങ്ങോട്ട് പോകരുതെന്ന്. എനിക്ക് തന്നെ നീ ഒന്നും വെറുതെ ഇരിക്കുന്നുണ്ടോ? എന്താ ഹരി സാർ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാൻ നീ ആരാ? അമ്മേ, ഇതാകെ കുഴപ്പത്തിക്കൊണ്ട് ചെന്നെത്തിക്കും. എനിക്ക് ഭ്രാന്ത് പിടിക്കുക. സിദ്ധു, നന്ദനൊന്ന് ചോദിക്കട്ടെ, ഹരിയേട്ടന്റെ ഉദ്ദേശം എന്താണെന്ന് അറിയണ്ടേ? ഹരിയേട്ടന്റെ മനസ്സിൽ എന്തൊക്കെയോ തീരുമാനങ്ങളും ഉദ്ദേശങ്ങളും ഉണ്ട്. അതിനെ ആ വഴിക്ക് അങ്ങ് വിടാം. ഇതുപോലുള്ള ഒരുപാട് കുറ്റകൃത്യങ്ങളിൽ ഇടപെട്ട് ശരിയും തെറ്റും വിധിച്ചിട്ടുള്ള ആളാ ഹരിയേട്ടൻ. ഹരിയേട്ടൻ ഒരു തീരുമാനം എടുക്കും, അത് നമ്മളങ്ങ് അംഗീകരിക്കും. എന്നാ പിന്നെ ആ തീരുമാനം അങ്ങ് നേരത്തെ എടുത്തൂടെ? കുറ്റം ഏറ്റെടുത്ത ആളെ വീണ്ടും വിചാരണ ചെയ്യുന്ന എന്തിനാ? നീ എന്തെങ്കിലും മറച്ചു വയ്ക്കുന്ന തോന്നൽ ഉള്ളത് കൊണ്ടായിരിക്കും നിന്നോട് വീണ്ടും വീണ്ടും ഓരോന്ന് ചോദിക്കുന്നത്. ഞാൻ എന്ത് ഒളിച്ചു വെക്കാനാ? ഞാൻ കൊന്നെന്നുള്ളത് സമ്മതിച്ചല്ലേ? അതിനപ്പുറം ഇനി എന്താ മറക്കാനുള്ളത്? എന്തായാലും ശരി, ഈ വിഷയത്തിൽ ഹരിയേട്ടന്റെ തീരുമാനങ്ങൾ നമ്മൾ അംഗീകരിക്കുന്നു. അതിലൊരു മാറ്റവും ഇല്ല. അച്ഛാ, നീ ഒന്നും പറയണ്ട. സിദ്ധു, നന്ദനും അതെ, നന്ദൻ തന്നെയാ പ്രശ്നം. അതുകൊണ്ടാണല്ലോ ഈ പെടാപ്പാട് പെടുന്നത്. സിദ്ധു, മനസ്സ് തകർന്നു നിൽക്കുക നമ്മുടെ മോൻ. ഇനി അവനെ വേദനിപ്പിക്കരുത്. പ്രഭ, നീ മടിയിൽ വെച്ച് പുന്നാരിച്ച നന്ദൻ മോൻ അല്ലാതെ ഒരു കൊലപാതകയാണെന്ന് സ്വയം ഏറ്റുപറഞ്ഞു നിൽക്കുന്ന പ്രതിയാ. ഇനിയെങ്കിലും ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് അവന്റെ മനസ്സ് മാറ്റരുത്. മാഡം, സിദ്ധാർത്ഥ സാറ് പറയുന്നത് ശരിയല്ലേ? ചില കാര്യങ്ങളിൽ വാശി വേണ്ടാന്ന് വെക്കണം. ഹരി സാർ എന്തായാലും നമുക്കെതിരെ ഒന്നും ചെയ്യില്ലല്ലോ.